എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ജിയാങ് വെച്ചിരിക്കുന്ന ചലഞ്ചിൽ പങ്കെടുക്കാനായി നീസിയും ലിന്നും ജിയാങ്ങും കണ്ടുമുട്ടുന്നുണ്ട്. അവർ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നല്ല വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞു നീസി പോകുമ്പോഴേക്കും ലിന്നും ജിയാങ്ങും അവരുടെ സ്കേറ്റ് ചെയ്യാനുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുള്ളത് ചെറിയൊരു കഫേ പോലത്തെ സ്ഥലത്താണ്. അവരിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടേക്ക് തന്നെ സ്വാങ്ങിനെ ക്രഷ് അടിച്ചിരിക്കുന്ന ക്രിസും അവരുടെ ഒരു കൊളീഗും കൂടി വരുന്നുണ്ട്. എന്നാലും അവിടെ വെച്ച് നീസി ഇല്ലാത്ത ഗ്യാപ്പിന് ജിയാങ് ലിന്നിനോട് ഈ ഒരു ചലഞ്ചിൽ ഞാൻ ജയിച്ച നീസിയുടെ പിറകെ നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലിൻ ചലഞ്ച് വേറെ എന്റെ ഫീലിങ്സ് വേറെ, ഇതും അതും മിക്സ് ചെയ്യണ്ട, ഞാൻ എന്തായാലും നീസിയുടെ പുറകിന് തന്നെ കാണുമെന്ന് അവിടെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇത് ക്രിസ് അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി സ്വാങ് പറഞ്ഞ കണക്ക് പക്ഷെ നീസിയും ലിന്നും കപ്പിൾസ് ആണെന്ന് ഇവരെ കാണുമ്പോൾ ഒരു തോന്നൽ വരുന്നില്ലായിരുന്നു. ഇപ്പൊ അവൾക്ക് അത് കൺഫേം ആവുന്നുണ്ട്, ഇവർ എന്തായാലും കപ്പിൾസ് ആയിട്ടില്ല എന്ന കാര്യം. അപ്പോഴേക്കും ലിന്നിന്റെ സ്കേറ്റിംഗ് ബോർഡ് വളരെ യുണീക്ക് ആണല്ലോ എന്ന് നോട്ടീസ് ചെയ്യുന്ന ജിയാങ് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കസ്റ്റം മെയ്ഡ് സ്നോ ബോർഡ് ആണെന്നും പറയുന്നു. അങ്ങനെ എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീസിയാണ് ഇവരുടെ ജഡ്ജ്. അതിൽ ജയിക്കുന്നത് ലിൻ തന്നെയാണ്. ജിയാങ്ങിനാണെങ്കിൽ ഭയങ്കര നിരാശയാവുന്നുണ്ട്. എങ്ങനെയും ജയിച്ച് ലിന്നിനെ നീസിയുടെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞു വിടണം എന്നതൊക്കെയായിരുന്നു അവന്റെ പ്ലാൻ. എന്തായാലും അത് നടന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലിന്നിന്റെ അമ്മയും നീസിയുടെ അമ്മയും കണ്ടുമുട്ടി സംസാരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ മക്കൾക്ക് പരസ്പരം ഇഷ്ടമാണ് എന്ന ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. ലിന്നിന് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തോന്നുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം അവൻ ഒരിക്കലും ഒരു റൊമാൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഞാൻ കരുതിയതേയില്ല. ഭയങ്കര വർക്കഹോളിക്കായിരുന്നു. എന്തായാലും ഇത് എനിക്ക് സർപ്രൈസ് ആയി. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നെല്ലാം അവർ പറയുമ്പോൾ തനിക്കും ഇവരുടെ റിലേഷൻഷിപ്പിൽ അത്ര എതിർപ്പൊന്നും ഇല്ല എന്നത് നീസിയുടെ അമ്മയും പറയുന്നുണ്ട്. എന്തായാലും അതിന്റെ ഇടയിൽ രണ്ടുപേരും അവരുടെ പേഴ്സണൽ ലൈഫിന്റെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഒരാൾ ഹസ്ബൻഡിന്റെ മരണം ഫേസ് ചെയ്യേണ്ടി വന്ന് ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളും മറ്റേ ആൾ ഹസ്ബൻഡിൽ നിന്ന് ധീരമായി വേർപെട്ട് സ്വന്തമായി മുന്നോട്ട് പോകുന്ന ഒരാളുമാണല്ലോ. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിനൊക്കെ ശേഷം പിന്നീട് നീസിയും അമ്മയും സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ടീം ഇവർ കമ്പനിയിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ്, അതിനുവേണ്ട ഫണ്ടൊക്കെ ലിൻ എങ്ങനെയോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടാണ് അവളുടെ അച്ഛൻ ലേറ്റ് ആക്കുന്നത്. അതിന്റെ കാര്യം കഴിഞ്ഞ ദിവസം നീസ് കേട്ടിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാലും കോസ്റ്റ് എഫക്റ്റീവായി ആ ഒരു പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയുമായി നീസി ഡിസ്കസ് ചെയ്യാണ്. അമ്മ ചില ഐഡിയാസ് ഒക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ടീം തന്നെയാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി നീസിയുടെ അച്ഛന് ബിസിനസ് പരമായി കുറെ ഇതുപോലെ സജഷൻസും കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഈ ഐഡിയാസ് പറഞ്ഞു തന്ന തന്റെ ഭാര്യ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ ഒന്നും തന്നെ നീസിയുടെ അച്ഛന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല. ആള് ഭയങ്കര ഒരു ഈഗോ പിടിച്ച ആളായിരുന്നു. തന്നെ അങ്ങനെ ഇരിക്കും ഇവർ പറഞ്ഞു കൊടുത്ത ഐഡിയാസ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിലും അതിന്റെ ക്രെഡിറ്റ് മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ ഭാര്യയ്ക്ക് കിട്ടരുതെന്ന രീതിയിൽ പിന്നീട് വലിയൊരു സജഷൻ പറഞ്ഞു കൊടുത്തത് നീസിയുടെ അച്ഛൻ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ആ സജഷൻ അദ്ദേഹം അന്ന് കേൾക്കാതിരുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം അന്ന് നേരിടേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഭാര്യയെ അംഗീകരിക്കാൻ, ഭാര്യയുടെ കഴിവിനെ പ്രശംസിക്കാനോ ഒന്നും തന്നെ നീസിയുടെ അച്ഛൻ തയ്യാറായിട്ടില്ല. എന്തായാലും അങ്ങനെ ഇവിടെയുള്ള ഇവരുടെ ഹോളിഡേയുടെ ഫൈനൽ ഡേ എത്തുന്നുണ്ട്. അന്ന് ഇവർ എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും സ്വാങ്ങും ഫ്രണ്ട്സും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നീസിയും ലിന്നിനെയും അപ്പോൾ കാണുമ്പോൾ മുന്നേ ജിയാങ്ങിന്റെയും ലിന്നിന്റെയും കോൺവെർസേഷൻ ക്രിസ് കേട്ടപ്പോൾ അവളുടെ കൂടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നല്ലോ. ആ കൊളീഗ് ഇവരിപ്പോ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന സ്വാങ്ങിനോട് അവർ കപ്പിളൊന്നും അല്ല കേട്ടോ, അയാൾ അവളുടെ പുറകെ നടന്ന് വളയ്ക്കാൻ നോക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാങ് അത് കേട്ട് ഷോക്ക് ആവുന്നുണ്ട്. കാരണം നീസിയും ലിന്നും റിലേഷനിലാണ് എന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ട് ഇനി അവൻ ഒരു ചാൻസും ഇല്ലാന്ന് കരുതിയിരുന്നവന് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. തനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള ആ ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. അപ്പോഴേക്കും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനേ പെട്ടെന്ന് അത് പറഞ്ഞിട്ട് പോയ ഫ്രണ്ടിന്റെ പുറകിന് അവൻ കൂടുതൽ ചോദിച്ചറിയാനേ പോകാനേ ഒരുങ്ങുമ്പോഴേക്കും സ്വാങ്ങിന്റെ ആ ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് കെവിൻ എന്നാണ്. കെവിനെ അവിടെ സ്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അയാളുടെ കൺട്രോൾ വിട്ട് വന്ന് ഇടിച്ചിടുന്നു. അങ്ങനെ കെവിൻ ബോധരഹിതനായി മാറുന്നുണ്ട്. അവന്റെ തലയ്ക്കും പരിക്കേൽക്കുന്നു. ഇത് അവിടെ ലിൻ കാണുകയും വേഗം തന്നെ ഓടിയെത്തി പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ടീം ലിൻ ഡോക്ടറാണെന്ന് അറിയാവുന്ന സ്വാങ് ലിന്നിനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് സഹായത്തിന് വിളിക്കുകയാണ്. തുടർന്ന് പോകുന്ന ലിൻ ആംബുലൻസിൽ ഇരിക്കുമ്പോൾ പലതവണ നീസിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നീസിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് അപ്പോൾ അറിയുന്നത്. ഒരുവിധം അമ്മയെ വിളിച്ച് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അവൻ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ പേഷ്യന്റിനോട് പോകുന്നതുകൊണ്ട് തന്നെ ലേറ്റ് ആവും എന്നാണ് പറയുന്നത്. നീസിക്ക് ഒരു മെസ്സേജ് അയച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ശരി, അവള് ഫോൺ എടുത്തില്ലല്ലോ, ഇപ്പൊ മെസ്സേജ് അയക്കേണ്ടെന്ന് കരുതി അതങ്ങ് വിടുന്നു. എന്തായാലും ഇവനിങ്ങനെ പോകുന്ന കാര്യം അറിയുന്ന അമ്മ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ലിൻ മാറി നിൽക്കുകയാണെങ്കിലും അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഡോക്ടറിന്റെ ഫീൽ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ഓരോ ടീമും അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവന് വളരെ സങ്കടപ്പെടുത്തുന്നു. അമ്മയ്ക്കറിയാം. പ്രതീക്ഷ കണക്ക് തന്നെ ലിൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിലും അവൻ മുന്നിലുള്ള പേഷ്യന്റിന്റെ കാര്യം മാത്രം ചിന്തിച്ച് അങ്ങനെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവിടെ വെച്ച് ഡോക്ടർക്ക് ലിൻ കൊണ്ടുവന്ന പേഷ്യന്റ് കെവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ട്രീറ്റ്മെന്റിനായി ഡോക്ടേഴ്സ് കെവിനെ കൊണ്ടുപോകുമ്പോഴേക്കും ലിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാങ് എത്തി ലിന്നോട് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് ഒക്കെ പറയുന്നു. അതും കേട്ട് ലിൻ അങ്ങനെ പതിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മറ്റൊരു ഡോക്ടർ എത്തി അവരുടെ സീനിയർ ഡോക്ടർ ലിന്നിനെ കാണാനായി വിളിച്ചു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ ഡോക്ടറിനോട് ലിൻ പോയി സംസാരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ സ്വാങ് കേൾക്കുന്നുണ്ട്. ലിൻ വലിയൊരു ഡോക്ടറായിരുന്നു. ഒരു ആക്സിഡന്റിന് ശേഷമാണ് ഇങ്ങനെ ഇപ്പോൾ ആ പ്രൊഫഷനിൽ നിന്ന് മാറി നിന്നതെന്ന് ആ കോൺവെർസേഷൻ കേട്ട്
കേട്ട് സ്വാങ് മനസ്സിലാക്കുന്നുണ്ട്. ഈ വിളിച്ച് സംസാരിക്കുന്ന ഡോക്ടർ ആളൊരു സീനിയർ ഡോക്ടറാണ്. ആളൊരു മെഡിക്കൽ കോൺഫറൻസിന് മുന്നേ ഷാങ്കായിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വെച്ച് ലിന്നിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ലിൻ അന്ന് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടീമായിരുന്നു. ലിന്നിനെ പോലെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അപ്പോൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട അദ്ദേഹം ഇതിപ്പോ അതേ ലിൻ തന്നെയാണെന്ന് മനസ്സിലാക്കി ലിന്നിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ഈ ഹോസ്പിറ്റൽ ചെറിയൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ അവർക്ക് ഇപ്പൊ കെവിന് നടത്താനായിട്ടുള്ള സർജറിക്ക് വേണ്ട സൗകര്യങ്ങളില്ല, പക്ഷെ അടുത്ത് വലിയ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അതുകൊണ്ട് ലിന്നിന്റെ സഹായം ഉണ്ടെങ്കിൽ ആ ഒരു സർജറി നടത്താം എന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ലിന്നിന് അത് ആദ്യം കുറച്ച് മടിയായിരുന്നു. കാരണം അവൻ കൈയുടെ ബുദ്ധിമുട്ടുകൾ കാരണം ആക്സിഡന്റിന് ശേഷം സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ. ആളൊരു ന്യൂറോ സർജൻ ആയിട്ടും സർജറി എന്ന രീതിയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ലിൻ അതിന് തയ്യാറാവുന്നുണ്ട്. കാരണം ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള സർജന്റെ സാന്നിധ്യത്തിലല്ലാതെ അവിടെ അങ്ങനെ ആ ഒരു സർജറി നടത്താൻ സാധിക്കുമായിരുന്നില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിന് ആ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ലിൻ അവന്റെ മേൽനോട്ടത്തിൽ ആ ഒരു സർജറിക്ക് തുടക്കം കുറിക്കാനായി അനുവാദം നൽകുന്നുണ്ട്. വേണ്ട കൺസെന്റ് ഫോം ഒക്കെ തന്നെ സുവാങ് ആണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ പ്രൊസീജിയർ റൂമിൽ ഈ ഒരു സർജറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്ന ലിൻ അവന്റെ ആ ഒരു മെഡിക്കൽ ലൈഫ് ഒക്കെ വല്ലാതെ ഓർത്ത് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഈ ടീം ലിൻ ഇങ്ങനെ സ്വാങ്ങിന്റെ കൊളീഗിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഒന്നും തന്നെ നീസി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ സ്കേറ്റ് ചെയ്ത് പോയിരിക്കായിരുന്നു. ലിൻ ആ ടീം അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്കേറ്റ് കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയത് തന്നെ കാണുന്നത്. ഐസ് സ്കേറ്റിംഗ് വല്ല വശമില്ലാത്തവൾ അത് എങ്ങനെയും പഠിക്കണം. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ ഇവിടുത്തെ. അപ്പൊ എങ്ങനെയും പഠിക്കണമെന്ന രീതിക്ക് ഭയങ്കരമായി തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര തണുപ്പായതുകൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ ഫോൺ ചാർജ് ചെയ്യാനായി അവിടെ അടുത്തുള്ള ഒരു കഫേയുടെ അവിടേക്ക് അവൾ എത്തുമ്പോഴേക്കും ജിയാങ്ങിനെ കാണുന്നുണ്ട്. ജിയാങ്ങും ലിന്നും ഒന്നിച്ച് അവരപ്പോ സ്കേറ്റ് ചെയ്ത് നടക്കുമായിരിക്കും എന്നാണ് ഇത്രയും നേരം അവൾ വിചാരിച്ചത്. ജിയാങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ല എന്ന് ലിൻ പറയുന്നു. അപ്പോഴേക്കും അവിടെ ആകട്ടെ ഫോൺ ഓൺ ചെയ്യുന്ന അവൾക്ക് ലിൻ പലതവണ അവളെ വിളിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ചു വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. അപ്പോഴേക്കും ആരൊക്കെയോ ഇന്നവിടെ സ്കേറ്റ് ചെയ്ത ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി എന്ന ഒരു വാർത്തയും കൂടി അറിയാം. ആർക്കാണ് പറ്റിയതെന്ന് കറക്റ്റ് അറിയില്ല. ഇനി ഒരു പക്ഷെ ലിൻ ആയിരിക്കോ, ലിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഭയങ്കര സങ്കടാവുന്നവൾ ജിയാങ്ങിന്റെ കൂടെ കൂട്ടി അവിടെ പരിസരത്ത് ലിന്നിനെ അന്വേഷിക്കുമ്പോഴേക്കും ലിന്നിന്റെ ആ ഒരു കസ്റ്റം മെയ്ഡ് സ്നോ ബോർഡ് ഉണ്ടല്ലോ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുത്തി അമ്മ അവന് കൊടുത്തതാണെന്ന് പറഞ്ഞത്, ആ ഒരു ബോർഡ് അവിടെ കിടക്കുന്നതും കൂടി കാണുമ്പോൾ ഭയങ്കരമായി പേടിയാവുന്നവൾ വേഗം തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടേക്ക് ലിന്നിനാണ് അപകടം പറ്റിയത് എന്ന ഒരു ടെൻഷനിൽ പുറപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഹോസ്പിറ്റലാകട്ടെ കെവിന്റെ സർജറി ഒക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞ് ഐസിയുലേക്ക് കെവിനെ മാറ്റുമ്പോഴേക്കും പതിയെ ലിൻ അവിടെ നിന്ന് അവന്റെ ആ ഒരു സ്ക്രബ് ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നീസി ടെൻഷനിൽ ഓടി വരുന്നത്. ലിന്നിന് അപകടം പറ്റിയെന്ന ധാരണയിൽ വരുന്നവൾ ലിന്നിനെ അവിടെ കണ്ട് ലിന്നെന്ന് ഓടി വിളിച്ച് വന്ന് അടുത്ത് നിൽക്കുന്നു. അവന് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന് കാണുമ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. സുവാങ്ങും ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അവരും ഇത് കാണുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ലിൻ കൂടി ഉള്ളതുകൊണ്ടാണ് തനിക്ക് സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കെവിൻ ഇപ്പൊ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന കാര്യം അവിടുത്തെ ഒരു സീനിയർ ഡോക്ടർ പറയുമ്പോൾ അത് സുവാങ്ങും ഫ്രണ്ട്സും ഒപ്പം നീസിയും കേൾക്കുന്നുണ്ട്. അവൾക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായി. അവൾക്ക് വളരെ ആശ്വാസമാവുന്നു. ഞാൻ ആകെ പേടിച്ച് എങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്തായാലും ഇപ്പൊ എനിക്കൊരു സമാധാനമായി. ഞാൻ വെയിറ്റ് ചെയ്യാം, എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ ജിയാങ്ങിന്റെ കൂടെ മാറിയിരിക്കുമ്പോഴേക്കും അവൻ അവളെ കളിയാക്കുന്നുണ്ട്. ഇത്രയും ടെൻഷൻ അടിച്ച് ഇവിടെ ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കണ്ടില്ലേ, ലിന്നിന് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്ന അവന് ലിന്നിന് മാത്രമല്ല നീസിക്കും ലിന്നിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതോടുകൂടി കൺഫേം ആവുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ലിന്നാട്ടെ ഈ ഒരു സർജറിയുടെ കാര്യങ്ങൾക്ക് പോകുന്ന ടീം അവന്റെ ഫോൺ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പൊ വന്നവൻ ആ ഫോൺ എടുക്കുമ്പോഴേക്കും നീസിയുടെ ഒരുപാട് മിസ് കോൾസ് അവൻ കാണുന്നുണ്ട്. ഇത്രയും മിസ് കോൾസും വിളിച്ചിട്ട് കിട്ടാതെ ടെൻഷനിൽ അവൾ ഇവിടെ ഓടി വന്നതും ഒക്കെ ആലോചിക്കുന്നവന് അവൾ എത്രത്തോളം തനിക്ക് വല്ല അപകടം പറ്റി കാണുമെന്ന് കരുതി പേടിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാവുകയും വേഗം തന്നെ അവൾ ഇരിക്കുന്നിടത്തേക്ക് ചെന്നവൻ അവളോട് സംസാരിക്കണമെന്ന് കരുതുന്നുണ്ട്. ഇങ്ങനെ ഒരു എമർജൻസിയിൽ പോവാണെന്ന കാര്യം അവളെ വിളിച്ചറിയിക്കാൻ പലതവണ വിളിച്ചിരുന്നെങ്കിലും അപ്പൊ കിട്ടിയിരുന്നില്ലല്ലോ. പക്ഷെ അവനൊരു മെസ്സേജ് അയച്ചില്ല. എന്തായാലും അവനിവിടെ ഡ്രസ്സൊക്കെ മാറി അവളുടെ അടുത്ത് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും നീസിയെ ലിന്നിന്റെ അമ്മ വിളിച്ച് ലിന്നിങ്ങനെ ഹോസ്പിറ്റലിൽ വരെ പോയിരിക്കുകയാണെന്ന കാര്യം അവളെ അറിയിക്കുന്നുണ്ട്. അവൾക്ക് അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ സങ്കടമാവുന്നു. കാരണം അവളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന രീതിക്ക്. അപ്പോഴേക്കും ലിൻ റെഡിയായി നീസി ഇരുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവളും ജിയാങ്ങും അവിടെ ഉണ്ടായിരുന്നില്ല. അവരവിടെ നിന്ന് പോയിരുന്നു. നീസിക്ക് അറിയില്ലല്ലോ അവളെ പലതവണ അവൻ വിളിച്ചത് ഇത് പറയാനായിട്ടാണ്. പക്ഷെ പറയാൻ സാധിക്കാതെ പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം അവൻ അവളെ സങ്കടപ്പെടുത്താൻ ചെയ്തതല്ല എന്ന്. അപ്പോഴേക്കും ഇവിടുത്തെ ഒരു ഡോക്ടർ ലിന്നിന് ഫോൺ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ലിൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഷാങ്കയിലെ ഹോസ്പിറ്റലിലെ ഡയറക്ടറാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ലിന്നിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നു. അദ്ദേഹമായിരുന്നു ലിന്നിന്റെ മെന്ററും. ലിന്നിനെ ഇവിടെ ചെയ്ത കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അദ്ദേഹം എന്തായാലും നീ തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യണം. ടീച്ചിങ് ആയി നിന്റെ കഴിവ് നിനക്ക് പുറത്തെടുക്കാലോ. ഭാവി തലമുറയിലെ ഡോക്ടേഴ്സിനും അത് യൂസ് ആവുന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ലിൻ പക്ഷേ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ വേഗം തന്നെ നീസി അന്വേഷിച്ച് പോകുമ്പോഴേക്കും നീസിയും ജിയാങ്ങും പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ലിൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ നീസി ഭയങ്കര അപ്സെറ്റ് ആണ്. എന്നോടൊന്നും മിണ്ടണ്ട, ഞാൻ ലൈഫിൽ തീരെ ഇമ്പോർട്ടന്റ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ല എന്നോട് ഒരു വാക്ക് പറയാതിരുന്നതെന്നൊക്കെ അവൾ പരിഭവം പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കാന്ന്. അവൾ വളരെ ടയേർഡാണ്, ടെൻഷനാണ്, അപ്സെറ്റ് ആണെന്നൊക്കെ മനസ്സിലാക്കി അവൻ കൂളാക്കാനായി പറയുമ്പോഴേക്കും അവൾ പക്ഷെ അതിനൊന്നും തയ്യാറാവുന്നില്ല. എത്ര മണിക്കൂർ ലിന്നിന് വല്ലതും പറ്റിയെന്നോർത്ത് ഞാൻ പേടിച്ചിരുന്നു എന്നറിയാവോ. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വന്നുകൊണ്ടിരുന്നപ്പോഴെങ്കിലും എനിക്കൊരു ചെറിയ മെസ്സേജ് അയക്കായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോൺ ഓൺ ആക്കുമ്പോൾ ആ മെസ്സേജ് ഉണ്ടെങ്കിലും എനിക്കൊരു സമാധാനം ആയനെ. പക്ഷെ എന്നെ അത്രയും പോലും വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ ചെയ്യാഞ്ഞത്. അമ്മയെ വിളിച്ചറിയിച്ചല്ലോ,
പക്ഷെ എന്നെ ഒന്ന് വിളിക്കുന്ന കാര്യം ഓർത്തില്ലല്ലോ എന്നൊക്കെ കലിപ്പില് ലിൻ പറയുന്നതൊന്നും കേട്ട് പിണക്കം മാറാൻ നിൽക്കാതെ അവളാവട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ അറിയാവുന്ന ജിയാങ് വേഗം തന്നെ അവൾക്ക് ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് തയ്യാറാക്കി കൊടുക്കുന്നു. ഒപ്പം തന്നെ ഇവൾ ഇതുവരെ ഇത്രയും ടെൻഷനിലും ദേഷ്യത്തിലും ഈ അടുത്തൊന്നും താൻ കണ്ടിട്ടില്ലല്ലോ എന്നും ജിയാങ് ഓർക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും പുറത്ത് എന്തോ ഒരു ശബ്ദം. ജിയാങ് നോക്കുമ്പോൾ ലിന്നാണ്. ഒരു ബോക്സ് പടക്കമായിട്ടാണ് ലിൻ വന്നിരിക്കുന്നത്. ലിൻ വേഗം തന്നെ നീസിക്ക് മെസ്സേജ് അയക്കുമ്പോഴേക്കും ഈ തണുപ്പത്ത് ലിന്നോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അവൻ അവിടെ നിർത്തണ്ടെന്ന് കരുതി അവൻ വന്നതുകൊണ്ട് തന്നെ കാണാനേ വേഗം പുറത്തേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ കണക്ക് ഒരു ബോക്സ് പടക്കമായിട്ട് അവൾ പിണക്കം തീർക്കാനായി വന്നിരിക്കുകയാണ്. ഞാൻ നിന്നോട് പറയാതെ പോയത് എന്റെ തെറ്റാണ്. പക്ഷെ ആക്ച്വലി വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ മെസ്സേജ് അയക്കാൻ ഞാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷെ ടൈപ്പ് ചെയ്ത ഈ മെസ്സേജ് എനിക്ക് സെൻഡ് ആക്കാൻ പറ്റിയില്ല, സോറി എന്നെല്ലാം പറഞ്ഞ് അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ പക്ഷെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. അവൾ ആക്ച്വലി അവനെ കണ്ടിപ്പോ പിണക്കമൊക്കെ മാറി ലൈറ്റർ എടുക്കാനായിട്ടാണ് അകത്തേക്ക് വന്നത്. അത് മനസ്സിലാക്കുന്ന ജിയാങ് ഓ ഇത്ര പെട്ടെന്ന് പിണക്കമൊക്കെ മാറിയോ എന്നിങ്ങനെ അവളോട് എരിപിരി കയറ്റാനായി ചോദിക്കുമ്പോൾ അത് പിന്നെ ഓൾറെഡി എനിക്ക് ആൾ മെസ്സേജ് അയക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സിഗ്നൽ കുറവായത് കാരണം സെൻഡ് ആവാഞ്ഞാണെന്ന് പറയുമ്പോൾ എന്നാലും മെസ്സേജ് സെൻഡ് ആയോ ഇല്ലെന്നൊന്നും ഉറപ്പിക്കായിരുന്നു എന്നൊക്കെ പലതും പറഞ്ഞ് ജിയാങ് എരിപിരി കയറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും നീസി ലിന്നിനോടുള്ള അവളുടെ സ്നേഹമാണ് ഇപ്പൊ നടന്ന ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും വലുതെന്ന് ഉറപ്പിച്ച് പുറത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അവളായിട്ട് അകത്തേക്ക് ഒന്നും മിണ്ടാതെ പോയപ്പോൾ ഇനി തിരിച്ചു വരില്ലയോ എന്ന് അവൻ സങ്കടപ്പെട്ട് നിൽക്കായിരുന്നു. എന്തായാലും വരുന്നവൾ പിണക്കൊക്കെ മാറി നിൽക്കുകയാണ്, എന്നാലും ഇച്ചിരി ജാടയിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാതെ അവൻ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. അവരൊന്നിച്ച് അവിടെ പടക്കം പൊട്ടിച്ച് ഹാപ്പി ആവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ജിയാങ്ങിന് എന്നെ കൂട്ടാതെ അവർ പടക്കം പൊട്ടിക്കുന്നല്ലോ എന്ന ഭയങ്കര അസൂയ തോന്നുന്നുണ്ടായിരുന്നു. ആക്ച്വലി നീസിയുടെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ഇങ്ങനെ വന്ന് ജിയാങ് പടക്കം പൊട്ടിക്കുന്നുണ്ടെങ്കിലും അവൻ വളരെ അപ്സെറ്റ് ആണ് എന്നത് അവൾ പിന്നീടാണ് ശ്രദ്ധിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി ആ ഒരു പേഷ്യന്റിനെ സഹായിക്കാനേ അവന് സാധിച്ചെങ്കിലും സർജറി ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അവനൊരു ന്യൂറോ സർജൻ അല്ലേ, അപ്പോൾ അവന്റെ ഫീൽഡ് അതില്ല, അതിൽ അവന് എക്സൽ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ ഈ ഒരു ആക്സിഡന്റ് കാരണം ഇങ്ങനെ ആയല്ലോ എന്നുള്ള ആ ഒരു സങ്കടമാണ് അവന്റെ മുഖത്ത് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവനെ അവന്റെ ഈ ഒരു സമയത്ത് അവന് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഫുഡൊന്നും ആരും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അലിൻ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് നീസിയോട് പറയുന്നു. ഒപ്പം തന്നെ റൂമിന്റെ അവിടേക്ക് ചെന്ന് ജിയാങ്ങിനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അത്രയും നേരം ഇവർ എന്നെ കൂടെ കൂട്ടിയില്ലല്ലോ എന്ന് കുശുമ്പ് കുത്തിയിരുന്ന ജിയാങ്ങും വേഗം തുള്ളിച്ചാടി പോകുന്നുണ്ട്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിരിയുമ്പോഴേക്കും ലിന്നിന്റെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അവൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ആ കാര്യങ്ങൾ പറയാണ്. എനിക്ക് ആക്സിഡന്റ് പറ്റിയത് നീസിയെ കാണാനായി ബ്ലൈൻഡ് ഡേറ്റിന് ഞാൻ പുറപ്പെട്ട ടൈമാണ്. പക്ഷെ ആ ഒരു ആക്സിഡന്റിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് ഒരു തവണ പോലും അവൾ എന്നെ ആ ടൈം വന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴേ എനിക്ക് അപകടം പറ്റിയെന്ന തെറ്റിദ്ധാരണയിൽ അവൾ വളരെയേറെ പാനിക്കായി. അവൾക്ക് എന്താ അന്ന് എന്നെയായിരുന്നു ബ്ലൈൻഡ് ഡേറ്റിന് അറേഞ്ച് ചെയ്തതെന്ന് ഓർമ്മയില്ലാത്തത്? ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യമോ എനിക്ക് ആക്സിഡന്റ് പറ്റിയതോ ഒന്നും തന്നെ ആ ടീം അവൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നോ? എന്താ ഈ കാര്യം? എന്താണ് അന്നും ഇന്നും ഈ രണ്ട് രീതിക്ക് ഇങ്ങനെ അവൾ പെരുമാറുന്നത്? ഇപ്പോൾ പാനിക്കായി അവൾ എന്തുകൊണ്ടാണ് അന്ന് അവളെ കാണാൻ വന്ന് എനിക്ക് ആക്സിഡന്റ് ആയി അറിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാഞ്ഞത്? ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് അവൻ ആകെ ഡൗട്ടായി. അവൻ വേഗം തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി ലിൻ വേഗം തന്നെ അന്ന് ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത ഫ്രണ്ട് ഉണ്ടല്ലോ ആളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആളപ്പോ വിദേശത്ത് എവിടെയോ ആയിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഉടനെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ് ലിൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സ്വാങ്ങിന്റെ കൂടെ വന്നവർക്കൊക്കെ തിരിച്ചു പോകേണ്ട ടൈമായല്ലോ. പക്ഷെ അവരുടെ കൂടെ വന്ന കെവിൻ ഇവിടെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരാൾ നിൽക്കണം. എന്തായാലും ഈ സ്ഥലം ഇപ്പൊ ട്രിപ്പായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഞാനല്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കാം, നിങ്ങളെല്ലാം മടങ്ങി പോക്കളാൻ ഈ സ്വാങ് പറയുമ്പോൾ അവരൊക്കെ മടങ്ങി പോകുന്നുണ്ട്. ക്രിസ്റ്റിനാണെങ്കിൽ സ്വാങ് കൂടെ ഇല്ലാത്ത കുറച്ച് സങ്കടമുണ്ട്, എന്നാലും അവള് മടങ്ങി പോകുന്നു. അങ്ങനെ ഇവിടെ ഒറ്റയ്ക്കാവുന്ന സ്വാങ് നീസിയെ പറ്റി ആലോചിക്കുകയാണ്. ആദ്യം നീസിയും ലിന്നും റിലേഷൻഷിപ്പിലാണെന്ന് കരുതിയതും പിന്നീട് അങ്ങനെ അല്ലാന്ന് കേട്ടതൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ വേഗം തന്നെ റെഡിയായി. ഈ താമസ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നീസിയുടെ ഒക്കെ താമസ സ്ഥലം കാണാവുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വേഗം പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ പോയി അവളെ കാണണമെന്നൊക്കെ അവനുണ്ടെങ്കിലും അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ അവളെ കാണാൻ ഒരു എഫേർട്ട് അവൻ എടുക്കുന്നില്ല. അതിനുള്ള ധൈര്യമില്ല. അവൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലും മെസ്സേജ് അയക്കാനും തോന്നുന്നില്ല. ഈ ടീം എന്തായാലും അവൻ പണ്ട് ജിയാങ്ങിന് ട്യൂഷൻ എടുക്കാനായി പോയിരുന്ന ടീം അവന്റെ പിറകെ നടന്നിരുന്ന നീസിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ അപ്സെറ്റ് ആയി നിൽക്കുകയാണ്. അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.